നമ്മളൊരു വലിയ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട യൂസഫ് അലി സാറ് നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ടാണ് നമ്മുടെ പൂർവ്വം ഇന്നത്തെ രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. 10ാം വർഷവും പതിവ് തെറ്റിക്കാതെ കൊല്ലം മുണ്ടക്കൽ പൂർഹോമിലെ ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലിയുടെ കാരുണ്യ സ്പർശം. പൂർഹോമിലെ കുടുംബങ്ങൾക്കുള്ള റംസാൻ സമ്മാനമായി 25 ലക്ഷം രൂപയുടെ സഹായം യൂസഫ് അലി കൈമാറി. പൂർഹോമിൽ സ്ത്രീകളും പുരുഷന്മാരുമടക്കം ആകെ 81 അന്തേവാസികളാണുള്ളത്. എല്ലാവരുടെയും ഭക്ഷണത്തിനും അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനും ശുചിമുറികൾ, ചികിത്സാ സൗകര്യങ്ങൾ, മാനസിക ഉല്ലാസത്തിനുള്ള സൗകര്യങ്ങൾ എന്നിവ ഒരുക്കുന്നതിനുമായിട്ടാണ് 10ാം വർഷവും മുടക്കമില്ലാതെ യൂസഫ് അലി സഹായം എത്തിച്ചത്. ഇത് നമ്മൾ 10ാമത്തെ തവണയാണ് കൊല്ലം പൂർഹോമിലേക്ക് സംഭാവനയായി കൊടുക്കുന്നത്. 25 ലക്ഷം രൂപ. ഇത് ഈ ബിൽഡിങ്ങിൻ്റെ നടത്തിപ്പിനും ഇവിടുത്തെ അന്തേവാസികളുടെ ഭക്ഷണം, അവരുടെ മെഡിക്കൽ എന്നീ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. എല്ലാ വർഷവും യൂസഫ് അലി സാറ് ഈ ഒരു തുക ഇവിടെ കൈമാറാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളതാണ്. ഇത് 10ാമത്തെ വർഷം. ഏതാണ്ട് 2.5 crore 2.5 കോടിയോളം രൂപ നമ്മൾ ഇതുവരെ ആയിട്ട് ഈ സ്ഥാപനത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് സാറിൻ്റെ മേൽനോട്ടത്തിലൂടെ ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്. എല്ലാവർക്കും നല്ല ഭക്ഷണവും നല്ല ട്രീറ്റ്മെൻറ്റും മെഡിക്കൽ സൗകര്യങ്ങളും ഒക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടിയിട്ടുള്ള തുക, ഈ വർഷത്തെ തുക ഞങ്ങൾ നോമ്പിൻ്റെയും അവസാന സമയത്ത് എത്തിച്ചു കൊടുക്കുകയാണ്. അതെല്ലാം ഭംഗിയായി നടക്കുന്നുണ്ടെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കറിയാം. സാർ അത് വളരെ സജീവമായിട്ട് ഇവിടെ ഇടപെട്ട് കാര്യങ്ങളെല്ലാം നന്നായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനി ഇവിടെയുള്ള അന്തേവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഇത് നടന്നു പോകണമെന്നുള്ളതാണ് ഞങ്ങളുടെയും പ്രതീക്ഷ. അതെല്ലാം നല്ല ഭംഗിയായിട്ട് നടക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. പൂർഹോം അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ MA യൂസഫ് അലിക്ക് വേണ്ടി ലുലു ഗ്രൂപ്പ് ഡയറക്ടർ ജോയി ഷടാനന്ദൻ, പൂർഹോം സെക്രട്ടറി ഡോക്ടർ D ശ്രീകുമാറിന് 25 ലക്ഷം രൂപയുടെ DD കൈമാറി. ലുലു ഗ്രൂപ്പ് മീഡിയ ഹെഡ് NB സ്വരാജ്, ലുലു ഗ്രൂപ്പ് പബ്ലിക് റിലേഷൻ മാനേജർ സൂരജ് അനന്തകൃഷ്ണൻ, പൂർഹോം സൂപ്രണ്ട് K വത്സലൻ എന്നിവർ സന്നിഹിതരായിരുന്നു. നമുക്കിപ്പോൾ ഈ പൂർഹോമിൽ 81 അന്തേവാസികളാണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ കുറേ അന്തേവാസികൾ അവരവരുടെ നാട്ടിലേക്ക് വിടുന്ന ഒരു പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു വലിയ ക്രൈസിസിലൂടെ കടന്നു പോകുന്ന സമയത്താണ് ബഹുമാനപ്പെട്ട യൂസഫ് അലി സാറ് നമ്മളെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ സഹായം കൊണ്ടാണ് നമ്മുടെ പൂർവ്വം ഇന്നത്തെ രീതിയിലേക്ക് മാറ്റി കൊണ്ടുവരാനായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടും ഇവിടെ ജോലി ചെയ്യുന്ന എല്ലാ സ്റ്റാഫിൻ്റെയും ആത്മാർത്ഥമായ പ്രവർത്തനം കൊണ്ടാണ് ഇന്നത്തെ നിലയിലേക്ക് ഒരുപക്ഷെ കേരളത്തിലെ ഏറ്റവും നല്ല പൂർവ്വമിൽ ഒന്നായിട്ട് ഇതേപോലെയുള്ള അന്തേവാസികളെ താമസിക്കുന്ന ഏറ്റവും നല്ല സ്ഥാപനമായി വളർത്തിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തുടർന്നും ഈ സപ്പോർട്ട് ഞങ്ങൾക്ക് എപ്പോഴും പ്രചോദനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു പുതിയ സ്ഥലത്തേക്ക് കൂടി വ്യാപിപ്പിക്കാനുള്ള പ്രാരംഭ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്ത് പൂർത്തിയാകുമ്പോഴേക്കും കൂടുതൽ അന്തേവാസികളെ നമുക്ക് അഡ്മിറ്റ് ചെയ്യാനും അവർക്ക് പരിചരണം നൽകാനും കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മൾ ഈ പൈസ കൊണ്ട് നമുക്ക് നേരത്തെ ആദ്യത്തെ തുക കിട്ടുന്ന സമയത്ത് നമ്മളെ ടോയ്ലറ്റുകളെല്ലാം വളരെ പരിതാപകരമായ സ്ഥിതിയായിരുന്നു. ബിൽഡിങ് വളരെ മോശമായിരുന്നു. അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ മെയിൻ്റനൻസിനാണ് ആദ്യത്തെ തുകകൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരുന്നത്. അതിനുശേഷം അന്തേവാസികളുടെ വേഷവിധാനങ്ങൾ, അവരുടെ ഭക്ഷണം, ഇത്തരം കാര്യങ്ങളും അവർക്കുള്ള മെഡിക്കൽ സൗകര്യങ്ങൾ, അവർക്കുള്ള ചികിത്സ, നമ്മൾ ഇവിടെ തന്നെ ഡോക്ടറുടെ സേവനമുണ്ട്, നേഴ്സുണ്ട്, അതേപോലെ കെയർടേക്കേഴ്സ് ഉണ്ട്. അത് കൂടാതെ അവർക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്തുള്ള PHCയിൽ നമ്മൾ അവരെ കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ട് അവിടെ പറ്റാത്ത കാര്യങ്ങൾ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലും, അതിൽ പറ്റാത്ത കാര്യങ്ങൾ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രിയിൽ വരെ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ നൽകുന്ന സമ്പ്രദായമാണ് നമ്മളുള്ളത്. അതിൽ വലിയ രോഗങ്ങളൊന്നും വരാതെ തന്നെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതുകൊണ്ട് കഴിയുന്നുണ്ട്. പിന്നെ പ്രത്യേക ഭക്ഷണം, ആവശ്യമുള്ള രോഗികൾക്ക് പ്രത്യേക ഭക്ഷണം നൽകുന്നുണ്ട്. ഓരോരുത്തർക്കും അവരുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ചുള്ള ഭക്ഷണം പ്രത്യേക കെയർ കൊടുത്ത് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട്. ഭൂരിഭാഗം ദിവസങ്ങളും ഭക്ഷണം നമ്മൾ ഇവിടെ തന്നെയാണ് തയ്യാറാക്കി കൊടുക്കുന്നത്. ആഴ്ചയിൽ 3-4 ദിവസം നമ്മൾ നോൺ വെജ് ഫുഡ് അവർക്ക് കൊടുക്കുന്നുണ്ട്. രാവിലെ, ഉച്ചയ്ക്ക്, വൈകിട്ട് കൂടാതെ രാവിലെ ഒരു 11 മണിക്കും വൈകിട്ട് ഒരു 4 മണിക്കും ചായയും അതിനോടൊപ്പം തന്നെ ലഘുപലഹാരങ്ങളും നൽകുന്ന രീതിയിൽ നമ്മളൊരു 5 നേരം അവർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്.
പൊതുവേ എല്ലാവർക്കും യൂണിഫോം നമ്മൾ ഇവിടെ നിന്ന് തന്നെ നൽകുകയാണ്. എല്ലാ ദിവസവും മാറുന്ന രീതിയിൽ ഓരോ ദിവസം ഓരോ യൂണിഫോമാണ് ഉപയോഗിക്കുന്നത്. ആ രീതിയിലുള്ള സംവിധാനത്തിലോട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സിക്ക് റൂമുണ്ട്. അസുഖമുള്ള ആൾക്കാരെ സിക്ക് റൂമിൽ അഡ്മിറ്റ് ചെയ്ത് പ്രത്യേക പരിചരണം നൽകി വരുന്നു. അതേപോലെ അത്യാവശ്യം എല്ലാ കെയറും നമുക്കിവിടെ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നു. ലുലു ഗ്രൂപ്പിൻ്റെ ചെയർമാൻ യൂസുഫ് അലി സാറിൻ്റെ നിർദ്ദേശപ്രകാരം 10 വർഷം മുമ്പ് ഞങ്ങളിവിടെ എത്തുമ്പോൾ, ഞാനും ജോയ് സാറും ഇവിടെ എത്തുമ്പോൾ ഈ കൊല്ലം ടൂർ ഹോമിൻ്റെ അവസ്ഥ വളരെ ശോചനീയ അവസ്ഥയായിരുന്നു. അതിൻ്റെ ബാക്കിലുള്ള കെട്ടിടങ്ങളൊക്കെ ചോർന്നൊലിക്കുന്ന രീതിയിലായിരുന്നു. ഇവരുടെ സൗകര്യങ്ങളൊക്കെ വളരെ ഇവർ നോക്കാൻ തയ്യാറാണെങ്കിലും ഇതിനുള്ള പൈസ കിട്ടാത്തത് കൊണ്ട് ഇവർക്കിത് പുതുക്കി പണിയാനോ നിങ്ങളെ നേരാവണ്ണം സംരക്ഷിക്കാനോ കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് ഈ 10 വർഷക്കാലവും യൂസഫ് അലി സാറിൻ്റെ സഹായം കൊണ്ട് ഈ ബിൽഡിംഗ് ഇത്രയും മനോഹരമായി, നിങ്ങളിപ്പോൾ എല്ലാവരും യൂണിഫോം ഇട്ട് വളരെ ഭംഗിയായി നിൽക്കുന്നു. ഇത് കാണുമ്പോൾ വളരെ സന്തോഷം. എല്ലാവരും യൂസഫ് അലി സാറിന് വേണ്ടിയും അദ്ദേഹത്തിൻ്റെ ഫാമിലിന് വേണ്ടിയും സ്ഥാപനങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. കസ്തൂരി തൈലമിട്ടു മുടി മിനുക്കി, മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി, കയ്യിൽ മുത്തോട് മുത്ത് വെച്ച വള കിലുക്കി, മന്ദാര കുളങ്ങര കുളിച്ചൊരുങ്ങി, മംഗല്യ തട്ടമിട്ട പുതുക്ക പെണ്ണ്, മാറിൽ മഞ്ചാടി മാറ് ഉള്ള മിടുക്കി പെണ്ണ്. നല്ല സമീകരണം